വെച്ചോ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാത്തിനും ഞാനുണ്ട്. മുതലാളി, ഇവന്റെ വണ്ടി നമ്പർ പലർക്കും അറിയാം. മുതലാളി, ആരോടെങ്കിലും പറഞ്ഞ് എന്റെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് മാറ്റിത്തരണം, അല്ലാതെ എനിക്ക് വണ്ടി കൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല. നിന്റെ രജിസ്ട്രേഷൻ നമ്പർ മാറ്റണമല്ലേ? അതെ. മാറ്റിത്തരാം. നോക്കൂ, MSQ 4584 ഫിയറ്റിന്റെ ഡ്രൈവർ എവിടെ താമസിക്കും? MSQ 4584. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഒരു മാന്തോപ്പ് കാണാം, അതിന്റെ അടുത്ത വീട്, നമ്പർ 32. എന്താ കാര്യം? ഒന്ന് തിങ്കൾ കൊടുത്തത് ചെയ്യേണ്ടതാക്കി, അതിന് പ്ലാൻ ചെയ്യാൻ. മുതലാളി ആളൊരു ഭയങ്കര ബുദ്ധിമാന. എന്താടാ? ടാക്സി ഡ്രൈവറുടെ രജിസ്ട്രേഷൻ നമ്പർ ഇങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ, നീ എന്നെ കുറിച്ച് അറിയാൻ പോകുന്നതേ ഉള്ളൂ. യെസ്, കമിങ്. ദാ വരുന്നു. ഹലോ മിസ്റ്റർ രമേശ്, വാട്ട് എ റെയർ പ്ലഷർ സീയിങ് യു ഹിയർ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പ്ലീസ് ബി സീറ്റഡ്. എടാ, എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവാ, സംതിങ് ഹോട്ട് ഓർ കോൾഡ്. മുതലാളി, എന്താ രമേശ്, എന്ത് പറ്റി? വാട്ട് ഈസ് റോങ് വിത്ത് യു? ചില കാര്യങ്ങളുടെ സത്യാവസ്ഥകളെല്ലാം ഞാൻ മനസ്സിലാക്കി. എന്ത്? എന്റെ പെങ്ങളെ നശിപ്പിച്ചത് ആരൊക്കെയാണെന്ന് ഇപ്പോഴാണ് എനിക്കറിയാൻ കഴിയും. ആരാ? ആ ഡിസൂസയും ശേഖർ. അവർ എന്റെ ശത്രുക്കളാണെങ്കിലും ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണ്ട തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ശാന്തയെ കൊണ്ടുപോയ ടാക്സി ഡ്രൈവറാണ് എന്നോടെല്ലാം പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി അവനെ ആരോ കുത്തിക്കൊന്നു കളഞ്ഞു. ഓ, ഐ സീ. ചിലപ്പോ രമേഷ് സാറിനോട് അതെല്ലാം പറഞ്ഞതുകൊണ്ട് ആ ഡിസൂസ മുതലാളി ശേഖര മുതലാളി ആയിരിക്കും അയാളെ കൊന്നത്. എനിക്കും ആ സംശയമുണ്ട്. രമേശ്, ലുക്ക് ഹിയർ പ്ലീസ്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഒരിക്കൽ വളരെ കഷ്ടപ്പെട്ടാണ് നിന്നെ ഞാൻ ജാമ്യത്തിലെടുക്കുന്നത്. മേലിലെങ്കിൽ ഈ കുഴപ്പങ്ങൾ പോകാതിരിക്കണം. ഇല്ല മുതലാളി, ആ ദ്രോഹികളെ എനിക്ക് കണ്ടുപിടിക്കണം. അവരെവിടെയാണെന്ന് അറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അവരെ പറ്റി എനിക്ക് യാതൊരു രൂപമില്ല. They are no more my partners now. ഈ നല്ല മനുഷ്യനെ അവർ കൊല്ലാൻ വരെ പരിപാടി അത് എന്തോ ഒരു ഗൂഢാലോചന. എവിടെയാ? സം ഡ്രാഗൺ ക്ലബ്. ബട്ട് യു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഡ്രാഗൺ ക്ലബ്. അതെ, ഞാൻ തന്നെ. എന്ത് വേണം? ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? സ്വകാര്യം. എന്താ നിനക്ക് പറയാനുള്ളത്? പറയാം.
എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, എസ് ഐ ഗോപി ഹിയർ. എന്താ ഡ്രാഗൺ ക്ലബിൽ അടിപിടിയോ? ഉടനെ വരാം. രമേശ് തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ തന്നെ ഹോട്ടൽ മാനേജർ നിങ്ങൾക്ക് ഫോൺ ചെയ്തല്ലേ? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ ഇവിടെ എത്തിയത്. എന്നിട്ടും നിങ്ങൾക്ക് കൊലപ്പുള്ളിയെ പിടിക്കാൻ കഴിയാത്തതാണ് എനിക്ക് മനസ്സിലാകാത്തത്. തൽക്കാലം രമേശ് രക്ഷപ്പെട്ടെങ്കിലും ഞങ്ങൾ അവനെ പിടികൂടുക തന്നെ ചെയ്യും. ഇല്ല, രമേശ് നിങ്ങളുടെ സ്നേഹിതനും കാമുകിയുടെ ആങ്ങളെയുമാണ്. മിസ്റ്റർ ഡിസൂസ, എന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾക്കനുസരിച്ചല്ല ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. മരിച്ചത് എന്റെ സ്നേഹിതനും കൊല ചെയ്തത് നിങ്ങളുടെ സ്നേഹിതനുമാണ്. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവസാനത്തെ കണ്ണി നിങ്ങൾ അല്ലെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇതിന് ഞാൻ മറുപടി പറയും. തെളിവുകൾ ശേഖരിച്ച ശേഷം നിങ്ങൾക്ക് പോകാം. നിയമത്തിന്റെ മുൻപിൽ രമേശ് എന്നൊരു കൊലപാതകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ രമേശിനെ നിങ്ങൾ കസ്റ്റഡിയിലെടുക്കും. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ എന്റെ വിഷമം കൂടി അമ്മ മനസ്സിലാക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ. ഈശ്വര, എന്റെ ഒരു വിധി. ഇനി എന്തെല്ലാം അനുഭവിച്ചാലാ ജീവിതം ഒടുങ്ങുക? അങ്ങനെ ആരുടെയും ജീവിതം ഒടുങ്ങാതിരിക്കാനാണ് അമ്മേ ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്തമില്ലെന്നാണോ അമ്മ വിചാരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രമേഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ ഉടനെ എന്നെ അറിയിക്കണം. ഗോപിട്ട, എന്താ ശോഭ? ഒന്നുമില്ല. ശോഭേ, ഈ കുടുംബത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാനും കൂടി ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു, അമ്മയും ശോഭയും രമേഷിന് എന്തെങ്കിലും സഹായം ചെയ്തായിട്ട് എനിക്ക് അറിവ് കിട്ടിയാൽ നിങ്ങളെയും എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് തീർത്തല്ലേ പറ്റുമോനെ? ഹലോ, ഞാനിവിടെ ഹോട്ടൽ റീഗലിൽ 5-ാം നമ്പർ മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചുറ്റും പോലീസ് ഉള്ളതുകൊണ്ട് വീട്ടിൽ വരാൻ പറ്റില്ല. പോലീസ് വന്നത് എന്നെ പറ്റി അന്വേഷിച്ചാൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞത്. നീയും അമ്മയും രാവിലെ ഒന്നിങ്ങോട്ട് വരണം.
വേണമായിരുന്നു. എന്റെ ദൈവമേ, മോനെ, ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ? ശേഖരനെ കൊന്നത് നീയാണോ? അതെ. ശാന്തയെ നശിപ്പിച്ചവരിൽ ഇനി ഒരുത്തൻ കൂടി കൊണ്ട് ബാക്കി. അവനെയും ഞാൻ കൊല്ലും. വേണ്ട മോനെ, ഇനി ഈ പെൺകൊച്ചിനും എനിക്കും നീ മാത്രമേ ഉള്ളൂ. എന്നെ തടയരുതമ്മേ. ഒരു കുറ്റവും ചെയ്യാത്ത നമ്മുടെ കുടുംബത്തെയാണ് ആ ദ്രോഹികൾ താറുമാറാക്കിയത്. അതിന് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. ചേട്ടാ, മോനെ. അമ്മ ഭയപ്പെടാതിരിക്കൂ. എവിടെയായിരുന്നാലും എന്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ പോയിട്ട് വരട്ടെ. ഹലോ, ദാദാ ഹിയർ. ശോഭയാണ്. ഒരു കാര്യം അറിയിക്കാനാ വിളിച്ചത്. ചേട്ടൻ അന്വേഷിച്ച് പോലീസ് ഇവിടെ വന്നിരുന്നു. ഒരുപക്ഷെ അവിടെ വന്നെന്ന് വരും. ശേഖർ മരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. ശരി ശോഭേ.